അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ പ്രധാനപ്പെട്ട പ്രസംഗ വിഷയമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ കാണുന്നത്. എന്നാൽ അവൻ നീതി, ഇന്ദ്രിജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിച്ചു. ആമേൻ. ഞാൻ ജോയി ചമ്മല എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനം പറയുന്നു. ദേശാധിപതിയായ ഫെലിക്സ് കുടുംബസമേതം പൗലോസിന്റെ പ്രസംഗം കേൾക്കുവാൻ ആഗ്രഹിച്ചു. അവർ അവനെ അവരുടെ സ്വവസതിയിലേക്ക് ക്ഷണിച്ചു എന്നുള്ളതാണ്. പൗലോസ് ആകട്ടെ നീതി, ഇന്ദ്രിജയം, വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് അവരോട് സംസാരിച്ചു. ആമേൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെയോ MP-യുടെയോ MLA-യുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്ക് മാനേജറുടെയോ വീട്ടിലേക്ക് ശുശ്രൂഷയ്ക്കായി വിളിച്ചാൽ ഇന്നത്തെ പൗലോസുമാർ ഇതൊക്കെ പ്രസംഗിക്കുമോ? ഒരിക്കലുമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ന് അരങ്ങ് തകർത്ത ഒരു വിടുതലുകാർക്ക് ഇതുപോലെ ഒരു അവസരം ലഭിച്ചിട്ടില്ല. അതാവാൻ ലഭിച്ചാൽ തന്നെ വലിയൊരു തുക സ്വോത്രകാഴ്ച മേടിച്ച് പോരുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഇവിടെ ഫെലിക്സ് പലപ്പോഴും പൗലോസിനെ വിളിച്ചു വരുത്തി അവനോട് സംസാരിച്ചതിന്റെ ഉദ്ദേശം പൗലോസിൽ നിന്നും വല്ല ദ്രവ്യം കിട്ടും എന്ന് വിചാരിച്ചായിരുന്നു. എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പൗലോസിനെ സംബന്ധിച്ച് സുവിശേഷ നിമിത്തം വിസ്തരിക്കപ്പെടുന്നതും ചങ്ങല ധരിക്കുന്നതും അഭിമാനമായിട്ടായിരുന്നു കണ്ടിരുന്നത്. അതുകൊണ്ട് പൗലോസ് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചു. ഫെലിക്സിന്റെ വ്യക്തിപരമായിരിക്കുന്ന വിഷയങ്ങൾക്ക് പ്രാർത്ഥിച്ച് ദൂത് പറഞ്ഞ് അവനെ പ്രസാദിപ്പിച്ച് കനമുള്ള കവറും വാങ്ങി കിട്ടുന്ന വണ്ടിക്കടുത്ത് സ്റ്റേജ് പിടിക്കുന്ന മാനുഷിക ചിന്തയിലുള്ള ശുശ്രൂഷയല്ല എന്ന് ഇന്നത്തെ അപ്പോസ്തലന്മാർ ഓർക്കുന്ന നല്ലതാണ്. അമ്മേ, പൗലോസിനെ സംബന്ധിച്ച് തനിക്ക് ശുശ്രൂഷ ഇല്ലാത്തത് കൊണ്ടോ അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ടല്ല പട്ടിണിയും പൈതാവും ഒക്കെ അനുഭവിച്ചത്, മറിച്ച് നീതി, ഇന്ദ്രിജയം, വരുവാനുള്ള ന്യായവിധി ഇവ മടികൂടാതെ പ്രസംഗിച്ചത് കൊണ്ടാണ് എന്ന് വേണം കരുതുവാൻ. ആമേ, സത്യവചനം പ്രസംഗിച്ചാൽ ഒരു പക്ഷേ പോക്കറ്റ് നിറയണമെന്നില്ല, അവസരങ്ങൾ ലഭിക്കുകയില്ല. പണ്ഡിതനായാലും പാമരനായാലും സമ്പന്നനായാലും ദരിദ്രനായാലും നിർമ്മല വചനം പ്രസംഗിക്ക തന്നെ വേണമെന്നുള്ളതാണ് ആവശ്യം. ഫെലിക്സിനോട് വ്യക്തമായി വചനത്തിന്റെ ആഴങ്ങൾ പറഞ്ഞപ്പോ ദൂത് അവനെ കയറിക്കൊണ്ടു എന്നുള്ളതാണ്. അവന്റെ ഭാവ സ്വഭാവത്തെ പരിശുദ്ധാത്മ തൊട്ടു. ആമേൻ. ഫെലിക്സ് ഭയപരവശനായി തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ വിളിപ്പിക്കാം എന്ന് പറഞ്ഞ് അവനെ ഒഴിവാക്കി എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കറ തീർന്ന് വചനം പ്രസംഗിക്കുന്നവർക്ക് വലിയ സ്വീകരണമൊന്നും ലഭിക്കുകയില്ല. ഇവിടെ യഹൂദന്മാരുടെ പ്രീതി ലഭിക്കുവാൻ പൗലോസിനെ തടവുകാരനായി ഫെലിക്സ് വിട്ടേച്ചു പോയതായി നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആമേ, സത്യവചനം മായം ചേർക്കാതെ പറഞ്ഞാൽ താലപ്പൊലി അല്ല, മറിച്ച് തടവറ മാത്രമാണ് ലഭിക്കുക എന്ന് ഓർക്കുക. എങ്കിലും അധൈര്യപ്പെടാതെ നീതി, ഇന്ദ്രിജയം, വരുവാനുള്ള ന്യായവിധി, ഇതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെ പ്രസംഗം. ആമേൻ. ശരിയായ സുവിശേഷീകരണത്തിൽ ഇവയെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. നീതി, ഇന്ദ്രിജയം എന്നിവ പ്രസംഗിച്ചാൽ ഒരുവന്റെ ഹൃദയത്തിൽ യേശു ജനിക്കും. എന്നാൽ പിശാചിന് അത് ഒട്ടും സഹിക്കുകയില്ല. അതുകൊണ്ട് അവ ഇത് ഒഴിവാക്കിയുള്ള പ്രസംഗമാണ് സാത്താന് ഇഷ്ടപ്പെടുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. റോമാലേഖനത്തിൽ വിശ്വാസത്തോടുള്ള നീതീകരണമാണ് ഒരുവന്റെ രക്ഷയ്ക്ക് കാരണം. അത് പ്രവൃത്തിയാലല്ല എന്ന് ഫെലിക്സിന്റെ മുമ്പിൽ പൗലോസ് തെളിയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആമേ, നമ്മുടെ ശരീരത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അവ പാപത്തിന് അടിമപ്പെടുമ്പോൾ നാം തോറ്റുപോക്കുന്നു. എന്നാൽ ജഡിക ചിന്തകളെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുമ്പോൾ നമുക്ക് ഇന്ദ്രിജയം ലഭിക്കുമെന്നുള്ളതാണ്. ഇന്ദ്രിജയം പ്രാപിച്ചവൻ ദുർനടപ്പുകാരോട് ചേർന്നടക്കിയില്ല എന്നുള്ളതാണ്. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സത്യവചനം മായം ചേർക്കാതെ നമുക്ക് പ്രസംഗിക്കുവാനായിട്ട് കഴിയണം. അതാരെ പ്രസാദിപ്പിക്കുവാനല്ല, ഒരുവന്റെ പോക്കറ്റിന്റെ കനം നോക്കിയല്ല, അവന്റെ മുഖം നോക്കിയല്ല, അവന്റെ കുടുംബമഹിമയെ പാരമ്പര്യം നോക്കിയല്ല ദൈവവചനം ശുശ്രൂഷിക്കേണ്ടത്. ദൈവാത്മാവ് നമുക്ക് നൽകിത്തരുന്ന ദൈവവചനത്തെ യഥാർത്ഥമായി മുഖത്തു നോക്കി പറയുവാൻ തക്കവണ്ണമുള്ള ഇന്ദ്രിജയം പ്രാപിക്കണമെന്നുള്ളതാണ് സ്വത്രം. ദൈവവചനം കേൾക്കുമ്പോൾ ഒരുവന്റെ ഹൃദയത്തിന്റെ അകത്ത് കുത്തുകൊള്ളണം, അവൻ മാനുസാന്തരപ്പെടണം, അവൻ ദൈവത്തിലേക്ക് മടങ്ങി വരണം, സ്വത്രം രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് സ്വത്രം. അതുകൊണ്ട് ദൈവവചനം ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഞാൻ പറയുന്നു, ഹല്ലേലൂയ, ഇന്ന് പൽക്കാലം നമുക്ക് ലഭിച്ച അവസരങ്ങൾ
സമയങ്ങളെ നഷ്ടമാക്കാതെ, ആരെയും പ്രസാദിപ്പിക്കാതെ സത്യവചനത്തെ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ മാനിക്കും, ദൈവം നമ്മളെ അനുഗ്രഹിക്കും, ചില ജീവിതങ്ങൾ വിടിപ്പിക്കപ്പെടുമെന്നുള്ളതാണ്. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഇന്ന് പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ വൽക്കാലമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധനായ ദൈവമേ, ഒരു നല്ല പ്രഭാതം ഞങ്ങൾക്ക് നൽകി തന്ന കൃപയ്ക്കായി സ്തോത്ര. ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ച് ദൈവിക ആലോചന പറഞ്ഞ് ഞങ്ങളെ വഴി നടത്തുമാറാക്കണമേ. കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ, പ്രവർത്തിപ്പാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുമാറാകണം പ്രാർത്ഥിക്കുന്നു. ഇന്ദ്രിയം പ്രാപിക്കുവാൻ തക്കവണ്ണം, നീതി പ്രസംഗിപ്പാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.